എങ്ങനെ ഈ മമ്മൂട്ടിയായിട്ടൊക്കെ എങ്ങനെ ഒരു ബന്ധം? എനിക്ക് പേടിയായിരുന്നു. നമുക്ക് വേണ്ടിയിട്ട് ഹാൻഡ് പെയിന്റഡ് 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നടനാവണം. ഈ ഡബ് ചെയ്യുമ്പോഴേ നമുക്ക് ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ അടുത്ത് ചാൻസ് ചോദിക്കാൻ പറ്റും. ഡബിങ് മാത്രമല്ല, ഞാൻ അഭിനയിക്കുകയും ചെയ്യും. മിഥുൻ ആങ്കർ ചെയ്യുമ്പോൾ ഞാൻ നോക്കി കണ്ടത് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ചുറ്റും ഈ നെഗറ്റിവിറ്റി നടന്ന സമയത്ത് ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് നമുക്ക് അന്ന് സാധിച്ചു എന്നുള്ളത്. പ്രിയൻ സാറിനെ പോയി കണ്ടതും പ്രിയൻ സാറിന് ശരിക്കും പറഞ്ഞാൽ തെറ്റ് പറ്റിയിട്ട് വിളിച്ചതാണ് എന്നെ വേണ്ടത്. നടൻ, അവതാരകൻ, RJ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മിഥുൻ രമേശാണ് വൺ സ്റ്റോറിയിൽ. മിഥുൻ, സ്വാഗതം. താങ്ക് യു. കുറേ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നു. ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഒരു നേരിട്ടുള്ള അഭിമുഖം നമ്മൾ നടക്കുന്നത്. അല്ല, എന്നുവെച്ചാൽ അഭിമുഖങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. പിന്നെ നാസർക്കായിട്ട് നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനൊരു അഭിമുഖത്തിൻ്റെ ഒരു സ്റ്റേറ്റസ് വരാറില്ല. കാരണം വളരെ അടുത്ത് അറിയാവുന്ന ആൾക്കാരായതുകൊണ്ടും ഞാനും വന്ന കാലം തൊട്ട് കാണുന്ന ഒരാളാണ്. MCA നാസർ എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ പോലെ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഇഷ്ടമുള്ളതും ഏറ്റവും ഈസിലി അപ്രോച്ചബിളും ആയിട്ടുള്ള സീനിയർ ജേർണലിസ്റ്റ് ആയിരുന്നു. താങ്ക് യു മിഥുൻ. ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ഈ വൺ സ്റ്റോറിയിലേക്ക് ഇപ്പോൾ MA യൂസുഫ് അലിഖാനെ അബുദാബിയിൽ പോയിട്ട് വളരെ വിശദമായിട്ട് ഞങ്ങൾ സംസാരിച്ചെടുത്തു. അപ്പോൾ യൂസുഫ് അലിഖാനോടുള്ള ചോദ്യം ഈ പോസിറ്റീവ് എനർജി എങ്ങനെ നിലനിർത്തുന്നതാണ്. മിഥുനോടും ആ ചോദ്യത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ഈശ്വരാനുഗ്രഹം, അതാണ് പറയുന്നത്. അങ്ങനെ തന്നെ നിലനിന്ന് പോട്ടെ എന്നുള്ള. ഇപ്പോൾ ഈ ശബ്ദത്തിൻ്റെ കാര്യം ആദ്യം പറഞ്ഞു തുടങ്ങാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 75ാമത് ആനിവേഴ്സറി ആയിരുന്നു മാർവനസ് കോളേജിൻ്റെ. അപ്പം ഞാൻ അതിൻ്റെ ഹോസ്റ്റും ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹോൾ ബാച്ച്, നമ്മുടെ കണ്ടംപററീസ് ആയിട്ട് പഠിച്ച ആൾക്കാർ മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേജിലൊരു ആഘോഷം നടക്കുന്നുണ്ട്, വെളിയിൽ വേറൊരു ആഘോഷമുണ്ട്. ആ രണ്ട് ആഘോഷങ്ങളുടെ ഭാഗമായി പോയതാണ്. വല്ലാത്തൊരു വികാരം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആലോചിച്ചു, അതായത് അവിടെ വന്ന നമ്മുടെ സീനിയേഴ്സായിട്ട് പഠിച്ച ആൾക്കാർ, നമ്മൾ ജൂനിയേഴ്സായിട്ട് പഠിച്ച ആൾക്കാരെല്ലാം ഒരൊറ്റ ഫാബ്രിക്കിൽ വന്നതുപോലെ ആയിരുന്നു. എല്ലാവരും കോളേജിൻ്റെ ആ മൈൻഡ് സെറ്റിലൂടെ എത്തി എന്നൊക്കെ. എത്രയോ വർഷങ്ങൾ കഴിയുമ്പോൾ പോലും നമുക്ക് അത് വിടാൻ പറ്റുന്നില്ലല്ലോ. ഇല്ല, അത് കോളേജ് എന്ന് പറയുന്നത് എനിക്കറിഞ്ഞൂടെ. എനിക്ക് ഒരു പക്ഷേ നമ്മുടെ ഏറ്റവും ഫോർമേറ്റീവ് ഇയേഴ്സ് അല്ലേ ആ 5 വർഷം. പ്രീ ഡിഗ്രി ആയിരുന്നല്ലോ നമ്മൾ. പ്രീ ഡിഗ്രി ഉള്ള സമയം, പ്രീ ഡിഗ്രിയും പിന്നെ അത് കഴിഞ്ഞ് ഡിഗ്രിയും, ആ 5 വർഷം ഇറ്റ് ഈസ് ഭയങ്കര നമുക്ക് ഇതുള്ളതാണ്. അത് നമ്മുടെ ലൈഫിലെ ഒരുപാട് നല്ല മൊമെന്റ്സ് അവിടെയാണ്. പ്രത്യേകിച്ച് തന്നെ മിഥുൻ ജനിച്ചത് തിരുവനന്തപുരത്ത്, ഈ കോളേജുമായിട്ടുള്ള ഭയങ്കര കോളേജ്. അതെ. അപ്പോൾ ആ ചെറുപ്പത്തിൽ തന്നെയും പിന്നെ ഇതിനോടൊക്കെ ഉള്ളൊരു താല്പര്യം, അഭിനയം, അതോടൊപ്പം തന്നെ ഡബ്ബിങ്, ഇതിനോടൊക്കെ ഉള്ളൊരു വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ അഭിനയം എന്ന് പറയുന്നത് ഒരു 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നടനാവണം എന്നുള്ളതാണ്. അച്ഛൻ പോലീസിലായിരുന്നു. അപ്പോൾ അച്ഛൻ ഈ പറയുന്നത് പോലെ നമ്മുടെ അവിടെ ട്രിവാൻഡ്രം ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബ്ബാണ് നമ്മുടെ അവിടെയുള്ള എല്ലാവരുടെയും ഈ ഒരു ആക്സസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പോകുമ്പോഴൊക്കെ നമ്മൾ ഈ നടന്മാരെ കാണുമ്പോഴും അതുപോലെ ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും ഒക്കെ ഉള്ളൊരു ആഗ്രഹം, പിന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ നടനോടുള്ള അതിയായ ആരാധന ഒക്കെ ആയിട്ട് സിനിമയിലെത്തണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അന്ന് നമുക്ക് മീഡിയ എന്നൊന്നും പറയാറില്ലല്ലോ. അപ്പം അന്ന് തൊട്ടേ ഉള്ള ആഗ്രഹം സിനിമയിലെത്തണം എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടിയാണല്ലോ പിന്നെ എല്ലാം. പക്ഷേ വീട്ടുകാർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു, അതായത് ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് പഠിച്ചിട്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ ഭാഗത്തൊക്കെ പ്രധാനമായിട്ടൊരു സർക്കാർ ജോലി എന്നുള്ളതാണ് അന്നത്തെ ഏറ്റവും വലിയൊരു പദവി. ഞാൻ സർക്കാർ ജോലി എടുത്ത ആളാണ്. അതായത് അച്ഛൻ സർവീസ് ഇരുന്നാണ് മരിച്ചത്. അപ്പം എനിക്ക് എന്തായിരുന്നു ഒരു ഡെസ്ക് ജോബ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയതേ അല്ല. അപ്പം ഡൈയിങ് ഇൻ ഹാർനസിൽ എനിക്കാണ് ആ ജോലി കിട്ടിയത്. ഞാനങ്ങനെ IG ഓഫീസിൽ ഒരു ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം എന്നിട്ട് നേരെ ചെന്നിട്ട് ലീവ് ലെറ്റർ കൊടുത്തിട്ടാണ് വന്നത്. അത് ഭയങ്കര ഇതാണ്. കാരണം സാധാരണ രീതിയിൽ ഇത്രയും സമയം ചെയ്യണമെന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇതില്ല, പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കൊടുത്തത്. എന്നിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ അത് നമ്മൾ വേണ്ടെന്ന് വെച്ചു. കാരണം എന്ന് വെച്ചാൽ അവർ ലീവ് വേക്കൻസി ഇല്ല, അല്ലെങ്കിൽ ആൾക്കാർക്ക് കിട്ടും. ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു താല്പര്യം പിന്നെ 2000 കൂടിയാണ് പൂർത്തീകരിക്കപ്പെടുന്നതെന്ന് തോന്നുന്നു. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ്. അതിന് മുമ്പേ ഞാൻ ടെലിവിഷനിൽ ഷോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഓഡിഷൻ കൊടുത്ത് തന്നെ കയറിയതാണ്. അന്നത്തെ ഓഡിഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോ അയച്ചു കൊടുക്കണം, മറ്റേ എൻവലപ്പിൽ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ആൾക്കാർ തിരിച്ചു വിളിച്ചിട്ട് അവിടെ ചെന്ന് ഓഡിഷൻ. അപ്പോൾ അത് ആ ഒരു ഫിലിം വന്നു ഫാസിലിന്റെ സംവിധാനത്തിൽ. ഫാസിൽ സാറിന്റെ പടം, ലാലന്റെ കൂടെ ഒരു ഹോൾ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു അരുൺ ഉണ്ടായിരുന്നു. അരുൺ ഫോർ ദ പീപ്പിളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരൊന്നും അങ്ങനെ ഭയങ്കരമായ സിനിമ പിന്നെ ഫോക്കസ് ചെയ്തില്ല. അവരൊക്കെ ഒരു ആഗ്രഹത്തിന് വന്നു പോയതേ ഉള്ളൂ. പക്ഷേ പിന്നെ സന്ദീപൊക്കെ ഉണ്ടായിരുന്നു, 1-2 സിനിമകളിലൊക്കെ അഭിനയിച്ചു. ബാക്കി ആരും തന്നെ
സിനിമകളിലോട്ട് വന്നില്ല. പിന്നീട് റൺവേ വരുന്നു, വെട്ടം വരുന്നു, ഒരുപാട് ചിത്രങ്ങൾ ആ സമയത്ത് വന്നു. ആണ് നമ്മൾ ആണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതിനകത്തെ ഏറ്റവും ഒരു ഫോക്കൽ പോയിന്റ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളാണ്. പക്ഷെ നമ്മളെക്കാൾ ഒരുപക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം റൺവേ വരാനുള്ള റീസൺ പോലും ജോഷ് സാർ ഒരു സീരിയൽ കണ്ടിട്ടാണ്. സ്ത്രീജന്മം എന്ന് പറഞ്ഞ സീരിയൽ കണ്ടിട്ടാണ്. അതിനകത്തെ ക്യാരക്ടർ കണ്ടാണ് ജോഷ് സാർ എന്നെ റൺവേക്ക് വിളിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് അത് കഴിഞ്ഞ് വെട്ടം വരുന്നതും അതുപോലെ തന്നെയാണ്. പ്രിയൻ സാറിനെ പോയി കണ്ടതും ഒക്കെ വന്നത് പ്രിയൻ സാറിന് ശരിക്കും പറഞ്ഞാൽ തെറ്റ് പറ്റിയിട്ട് വിളിച്ചതാണ് എന്നെ വെട്ടം. എങ്ങനെ തെറ്റുപറ്റി? അയ്യോ അതൊരു കഥയാണ്. അതെന്ന് വെച്ചാൽ വെട്ടം തുടങ്ങാൻ പോകുമ്പോൾ വർക്കല ഇരുന്നാണ് ഇവരുടെ മ്യൂസിക് കമ്പോസിങ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഒന്ന് പഴയ സന്തോഷേട്ടനുണ്ട്, നമ്മുടെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന സന്തോഷേട്ടൻ. അപ്പോൾ സന്തോഷേട്ടൻ പറഞ്ഞു, എടാ പ്രിയൻ ഇവിടെ ഉണ്ട്, നിനക്ക് പരിചയപ്പെടണേ, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സന്തോഷേട്ടനാണ് കേട്ടോ എന്നെ എല്ലായിടത്തും കൊണ്ടുനടന്ന് അങ്ങനെ പരിചയപ്പെടുത്താനൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ സുരേഷ് കൃഷ്ണ ഡയറക്ടർ, അതെ, സുരേഷ് കൃഷ്ണയുണ്ട്, അതുപോലെ സന്ദീപ് സേനൻ നമ്മുടെ ഇതിൻ്റെ സുരേഷ് ഇപ്പം നമ്മുടെ തൊണ്ടിമുതലും സാക്ഷ്യം പോലുള്ള പടങ്ങളിലേക്ക് പ്രൊഡ്യൂസ്. അപ്പോൾ ഇവർ മൂന്നുപേരും, അപ്പോൾ ഇവരുടെ മൂന്നുപേരുടെയും നേതൃത്വത്തിലാണ്. അപ്പോൾ പോവാണ്. അവിടെ ചെന്ന് ഞാൻ കാണുന്ന ദിവസം തന്നെ അന്ന് ഉച്ചയ്ക്ക് അനൂപ് മേനോൻ വന്ന് കണ്ടിട്ടുണ്ട്. അതെ. അപ്പോൾ എല്ലാവരും വരുന്നത്, നമ്മളെല്ലാവരും സിനിമ ആഗ്രഹം കൊണ്ട് വന്നിരിക്കുന്നത് അവിടെയാണ്. അപ്പോൾ അങ്ങനെ വെട്ടത്തിലെ സംഭവം എന്ന് വെച്ചാൽ വെട്ടത്തിൽ ആ ഒരു ക്യാരക്ടറിന് ആദ്യം കാസ്റ്റ് ചെയ്തത് വൈജയന്തിമാലയുടെ മകനെയാണ്. വൈജയന്തിമാലയുടെ മകൻ വന്ന് അഭിനയിച്ചു. എന്തിനിടയ്ക്ക് പുള്ളിക്ക് വേറെന്തോ ഇത് വന്നിട്ട് അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് പുള്ളി മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ അവരുടെ അസോസിയേറ്റ് ഡയറക്ടേഴ്സിൽ ഒരാൾ ചെയ്ത ഷോർട്ട് ഫിലിമിൽ ഒരു നായകൻ വന്നത്. പക്ഷെ പുള്ളി ഭയങ്കര പുള്ളിക്ക് പ്രിയദർശനം, പുള്ളി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് എനിക്ക് അഭിനയം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി വേറൊരു രീതിയിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ പ്രിയഞ്ചേട്ടൻ പറഞ്ഞു ഇവനെ പറഞ്ഞു വിട്ടിട്ട് അന്ന് നമ്മളെ വർക്കല വന്ന് കണ്ടില്ല ആ ചെക്കൻ, ഒരു സീരിയലിലൊക്കെ ഉള്ള പുള്ളി വിളിക്കുന്നു. പുള്ളിയുടെ മനസ്സിൽ അനൂപ് മേനോനാണ്. പക്ഷെ അവിടെ നിൽക്കുന്നത് സുരേഷ് കൃഷ്ണയാണ് അസിസ്റ്റന്റ് ആയിട്ട്, സന്ദീപ് അതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. അപ്പൊ ഇവർ രണ്ടുപേരും ഉറപ്പിച്ചു, കാരണം അവര് കൊണ്ടുവന്നത് എന്നെയാണല്ലോ. അപ്പോൾ ഞാൻ ആ സമയത്ത് റൺവേയുടെ സെറ്റ് നിൽക്കുക. അപ്പൊ ഇതിന്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ റൺവേയും വെട്ടവും രണ്ടിന്റെയും റൈറ്റേഴ്സ് ആരെന്ന് വെച്ചാൽ ഉദയകൃഷ്ണൻ. അപ്പം എനിക്ക് റൺവേയില് നാളെ ദിലീപേട്ടൻ വന്നാലാണ് എന്റെ സീൻ തുടങ്ങുക. അപ്പം ഞാൻ ഒരു ഷോട്ട് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ റൺവേയിൽ ഞാൻ അഭിനയിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത് മറ്റേ ടെസ്റ്റ് ഷോട്ട് മാത്രമേ എടുത്ത് വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ദിലീപേട്ടൻ വന്നില്ല. അപ്പം ഞാൻ ഇത് വിളി വന്നപ്പോൾ ഞാൻ പറയാം എങ്ങനെ വരിക, നാളെ ജോയ് സാറിൻ്റെ പടത്തിൽ എനിക്ക് ഇതുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഉദയേട്ടനുണ്ട് ഇവിടെ, ഉദയേട്ടൻ്റെ അടുത്ത് വിളിച്ചു, ഉദയേട്ടൻ്റെ അടുത്ത് ഉദയേട്ടാ ഇങ്ങനെ അവിടെ നിന്ന് കോൾ വന്നിട്ട്, അയ്യോ അത് പ്രശ്നമുള്ളൂ, നാളെ നിനക്ക് സീനുണ്ടല്ലോ. ഒരു കാര്യമുണ്ട്, ദിലീപ് വന്നാലേ നിനക്ക് സീനുള്ളൂ, നാളെ ദിലീപിന് അവിടെ സീനുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ സീനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ സിബിചേട്ടനെ വിളിക്കുക, അവിടെ നിന്ന് സിബിചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ആ ദിലീപിന് നാളെ ഇവിടെ സീനുണ്ട്, അപ്പം നാളെ എന്തായാലും ഇവിടെ നടക്കില്ലെന്ന് പറയാം. ഞാൻ രാത്രി ഒരു ടാക്സി എടുത്ത് നേരെ കോയമ്പത്തൂർ, അതല്ല അന്ന് ട്രെയിൻ എടുത്ത് നേരെ കോയമ്പത്തൂർ പോയിട്ട് കോയമ്പത്തൂർ നേരെ കയറി രാവിലെ ചെന്നിറങ്ങുമ്പോൾ മേജർ രവിയാണ് എന്നെ കാണാം. മേജർ രവിയാണ് ആ ക്യാരക്ടർ വന്ന ആളവിടെ. അപ്പം മേജർ രവി എന്നെ വന്നിട്ട് പറഞ്ഞു ഈ രൂപത്തിൽ നിന്നെ കൊണ്ട്, അപ്പം ഞാൻ ഓൾറെഡി മറ്റേ മീശയൊക്കെ എടുത്ത് റൺവേയിലെ രൂപത്തിലാണ്, മീശ മാത്രം വാങ്ങിച്ചിട്ടുള്ളൊരു ഈ രൂപത്തിൽ നിന്നെ കൊണ്ടുപോയാൽ പ്രിയനെ എടുക്കൂല എന്ന് പറഞ്ഞിട്ട് നേരെ വന്നിട്ട് പുള്ളി ഇരുത്തിയിട്ട് പുള്ളി എൻ്റെ അടുത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഇത് പറഞ്ഞു, അതുപോലെ ഒരു കോട്ടും ഒരു കണ്ണടയൊക്കെ വെച്ച് ഇനി നമുക്ക് പോകാന്ന് പറഞ്ഞു. പുള്ളി താടിയൊക്കെ ചെറുതായിട്ട് മറ്റേ കുറച്ച് താടിയൊക്കെ സെറ്റ് ചെയ്തു ഒക്കെ നേരെ കൊണ്ടുപോയി കാണിച്ചു. പ്രേംചേട്ടൻ ഇങ്ങനെ നോക്കി, പ്രേംചേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് ആ അതാണ് മറ്റേ ആ ക്യാരക്ടർ ഫെലിക്സിൻ്റെ ക്യാരക്ടർ, ആ ഇതാണ്, ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇതാണ് സംഭവിച്ചത്. പിന്നീടാണ് ഞാൻ അറിയണത് ശരിക്കും അത് അനൂപ് മേനോൻ വെച്ചിരുന്ന ക്യാരക്ടറായിരുന്നു എന്നുള്ളത്. ഞാൻ അബദ്ധവശാൽ ചാടിയതാണെന്ന് നോക്കുന്നത്. അപ്പോൾ ഈ സിനിമയിലേക്കും ഡബിങ്ങിലേക്കും ഒക്കെ വരുമ്പോൾ ഒരു മധ്യവർഗ്ഗ കുടുംബം എന്നുള്ള നിലക്ക് അവരുടെ ഒരു കൺസേൺ ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു വ്യവസ്ഥാപിതമായിട്ട് ഒരു സർക്കാർ ഇതിലേക്കൊന്നും പോകാതെ ഇതൊക്കെ ഇതുകൊണ്ട് രക്ഷപ്പെടുമെന്നുള്ളൊരു പേടിയായിരിക്കല്ലോ ഉണ്ട്. അച്ഛനുണ്ടായിരുന്നപ്പോൾ അച്ഛന് ഇതിനൊക്കെ ഭയങ്കര പ്രോ ആയിരുന്നു. അച്ഛനിപ്പം ബാലേന്ദ്ര മേനോൻ ഞങ്ങളുടെ അടുത്തൊക്കെ വിളിച്ചു പറയും, മെന്നെ ഇങ്ങനെ എൻ്റെ മോന് അഭിനയിക്കണമെന്നുണ്ട്, തൻ്റെ ഏതെങ്കിലും പടത്തിൽ അഭിനയിപ്പിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു അടുപ്പമുള്ള ആൾക്കാർ. അപ്പം വേണുനാഗോളി ഞങ്ങളുടെ അടുത്തൊക്കെ അങ്ങനെ വിളിച്ച് പറയുമായിരുന്നു, അങ്ങനെ അടുപ്പമുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ സിനിമയിൽ വരുന്നത്, അല്ലെങ്കിൽ ഞാൻ മീഡിയയിലോട്ട് വരുന്നത്. അപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയ്ക്കൊരു കൺസേൺ ഉണ്ട്, അമ്മാവന്മാർക്ക് കൺസേൺ ഉണ്ട്, എല്ലാവരും ഇവ സിനിമ കളിച്ച് പോകാമെന്ന് പറയാമല്ലോ, ഇവ സിനിമ കളിച്ച് വഴിതെറ്റി പോവോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരാരും എന്നെ അങ്ങനെ അങ്ങ് സപ്പോർട്ട് ചെയ്തില്ല. ഞാൻ എൻ്റെ രീതിയിൽ ഇതും പോയി നോക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് പഠിക്കുന്നുണ്ട്, ഡിഗ്രി ഹ്യൂമാനിറ്റീസ് പഠിക്കുകയാണ്, അത് കഴിഞ്ഞ് ലോ എടുത്തതും ഒക്കെ അക്കാഡമിയിലാണ്. ആ സമയത്ത് ഇവർക്കാർക്കും അങ്ങനെ വലിയ ഇതില്ല.
പിന്നെ ഈ ഒരു സ്ത്രീജന്മം സീരിയൽ വന്നപ്പോഴാണ് ഇതിന്റെ ഒരു റെക്കഗ്നിഷൻ മനസ്സിലായിട്ടാണ് ഒരു ജനപ്രിയ സ്വഭാവം അതിനുണ്ട്. അന്ന് ഈ പറഞ്ഞ പോലെ ഡബ്ബിംഗ് എന്താണ് മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡബ്ബിംഗ് ചെയ്യുന്ന റീസൺ വെച്ചാൽ അന്ന് നവോദയയിലും ഈ ചിത്രാഞ്ജലിയിലും ആണ് തിരുവനന്തപുരത്ത് ഡബ്ബിംഗ് നടക്കുന്ന മെയിൻ 2 സ്റ്റുഡിയോ. ഈ 2 സ്റ്റുഡിയോയിലും അതുപോലെ ടെലിമാറ്റിക്സും അതുപോലെ ഇവിടെയൊക്കെ 2 പേരെയാണ് ഇംഗ്ലീഷ് ക്യാരക്ടേഴ്സ് വന്നാൽ ഡബ് ചെയ്യാൻ വിളിക്കാറ്. ഞാനും ക്രിസുമാണ്. അപ്പൊ നമ്മൾ 2 പേരും വിളിക്കും. ഇംഗ്ലീഷ് സംസാരിക്കണ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ക്രിസ് ആണെങ്കിൽ മറ്റേ ആക്സെന്റ് ഒക്കെ സംസാരിക്കും. ഞാൻ നമ്മുടെ ആക്സെന്റ് പറയുന്നത്. അങ്ങനെ നമ്മൾ 2 പേരും വിളിക്കുന്നതിനുണ്ട്. അപ്പൊ അങ്ങനെ ആ സാധനം എന്താണ് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ചവിട്ടുപടിയാണ്. കാരണം ഈ ഡബ് ചെയ്യുമ്പോഴേ നമുക്ക് ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ അടുത്ത് ചാൻസ് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഇതിനു വേണ്ടി പോകും. ഭയങ്കരമായൊരു ബന്ധം, അവസരം കിട്ടുകയാണ്. ശരിക്കും ഒരുപക്ഷെ ശ്യാം സാറുമായിട്ടുള്ള പാകലെ, കമൽ സാറുമായിട്ട് നമ്മളിൽ കയറുന്നത് തന്നെ ഗ്രാമഫോണിനുണ്ട്. ഗ്രാമഫോൺ 2ാമതാണ് റിലീസായതെങ്കിലും നമ്മളിന് മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ച പടമാണ്. അപ്പോൾ അങ്ങനെ അതിനൊക്കെ ഒരു അവസരം കിട്ടുകയാണ് നമുക്ക്. അവസരം കിട്ടും. അവരടുത്ത് പോയി സാർ ഡബിങ് മാത്രമല്ല ഞാൻ അഭിനയിക്കുകയും ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഗൾഫിലേക്ക് പറിച്ചു നടപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഞാനന്ന് ഗൾഫ് മാധ്യമത്തിൻ്റെ റിപ്പോർട്ടറായിട്ട് ബഹ്റൈനിലുള്ളപ്പോഴാണ് ഒരു പുതിയ റേഡിയോ നിലയെ ഒരു ഗവൺമെൻറ്റിൻ്റെ ചുവടെ ഇവിടെ വരുന്നു എന്നൊക്കെ മനസ്സിലായത്. പിന്നീട് അത് തന്നെ നമ്മുടെ വലിയൊരു ഉപജീവന മാർഗമായിട്ട് മാറി. അതെന്ന് വെച്ചാൽ ഈ പറഞ്ഞാണ് വീട്ടുകാർക്ക് എപ്പോഴും നമ്മൾ സിനിമയിൽ രക്ഷപ്പെടും എന്നുള്ളത് ധാരണ ഇല്ലല്ലോ. കാരണം കുറച്ച് നാളായിട്ട് ഇതിനു വേണ്ടി നടക്കുന്നു. ആ സമയത്ത് ഞാൻ വെട്ടം ചെയ്തിട്ടിരിക്കുക, റൺവേ ചെയ്തിട്ടിരിക്കുക, 2 പടം ചെയ്തിട്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഉറപ്പായി ആ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്താണ് അമ്മ മാക്ട ഒരു ഇഷ്യൂ വന്നിട്ട് ഒരു സ്ട്രൈക്കും നടക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സീരിയൽ നിർത്തി. എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു നീ ഏത് പടം ചെയ്തേക്കണേ? ജോഷി സാറിൻ്റെ പടം, പ്രിയദർശൻ സാറിൻ്റെ പടം, ഈ 2 പേരുടെ പടം ചെയ്തിട്ട് പിന്നെ നീ എന്തിനാ സീരിയൽ ചെയ്യാൻ നിൽക്കണേ? അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വരുമാനം വന്നുകൊണ്ടിരുന്ന സീരിയൽ. അപ്പോൾ വീട്ടുകാർക്കും ഏതാണ്ട് തീരുമാനം വരുമാനമൊക്കെ തീർന്നല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ സമയത്താണ് ഈ ഓഫർ വരുന്നത്. ഞാൻ വീട്ടിൽ പറഞ്ഞൊന്നുമില്ല. പക്ഷേ എന്നെ വിളിച്ച് കിട്ടാതെ വന്നിട്ട് അജിത് സാർ, അജിത് മേനൻ, അദ്ദേഹത്തിന്റെ വൈഫ് ഡയനേച്ചി വിളിച്ചിട്ട് അമ്മയെ വിളിച്ചു. എന്ന് വെച്ചാൽ എന്റെ വീട്ടിലെ നമ്പർ എടുത്ത് വിളിച്ചു. അപ്പോഴേ അമ്മ അറിയണേ ഇങ്ങനെ സംഭവം. ഞാൻ വൈകുന്നേരം ബാസ്കറ്റ്ബോൾ കളിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ കുടുംബയോഗം നടക്കുന്നുണ്ട്. പറഞ്ഞു ഇത്രയും നല്ലൊരു സാധനം കിട്ടിയിട്ട് നീ ഇവിടെ പറഞ്ഞില്ല, മറ്റേ ഇതാണ് മറ്റേ സീരിയലിലെ രംഗമാണ്. അപ്പോൾ അങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ തന്നെ വിളിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു സാറേ നാളെ അവൻ വരും വൈകുന്നേരം എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇതിന് ഈ ഓഫർ വന്നപ്പോൾ അതാണ് പ്രശാന്തിന്റെ കഥ പറയണത്. ഈ ഓഫർ വന്നപ്പോൾ എനിക്കും പ്രശാന്തിന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പോകുന്നില്ലെന്ന് തീരുമാനിച്ചത്. ഇതിങ്ങനെ ഈ വീട്ടിലെ കുടുംബയോഗം കൂടിയിട്ട് എന്നെ അടുത്ത ദിവസം പോകാം. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോഴും ഞാൻ വിചാരിച്ചു ഈ അജിത് മേനൻ്റെ അടുത്ത് പറയണം ഈ ഇതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങളുടെ ബാക്കി പ്രോസസ്സ് എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 2 ദിവസത്തിനകത്ത് കയറി വരണം. ഞാൻ പറഞ്ഞു 2 ദിവസത്തിനകത്ത് കയറി വരാനൊന്നും പറ്റില്ല, എനിക്ക് ഒരുപാട് പരിപാടികളുണ്ട്. അല്ല അത് അവിടെ വന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം ഇതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളും വേറൊരു ക്രിസ് എന്ന് പറഞ്ഞ ആളിനുമാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2 പേരും കയറി വരണം. അപ്പം ഞാൻ അപ്പം തന്നെ പിന്നെ പ്രശാന്തിൻ്റെ കാര്യം ചോദിക്കുന്നത്. പക്ഷേ അപ്പം പറഞ്ഞ അല്ല അത് നമ്മൾ തീരുമാനിച്ചിട്ട് പറയാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഇപ്പോൾ തൽക്കാലം ആരടുത്തും ഇത് ചെയ്യണ്ട, അവിടെ വന്നിട്ട് ബാക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെ കൊണ്ടുപോയി. അവിടെ വന്ന് സത്യം പറഞ്ഞാൽ 6-ാം തീയതിയാണ്, ജൂൺ 6-ാം തീയതി എത്തുന്നു. 9-ാം തീയതി ലൈവ് ഓൺ എയർ പോയി. വളരെ അതാണ് എനിക്ക് ബാക്കിയുള്ളവർക്ക് കിട്ടിയ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടില്ലായിരുന്നു. ബാക്കിയുള്ളവർക്ക് ടെക്നിക്കലി അവർക്ക് ഭയങ്കര സൗണ്ട് ആയിരുന്നു അവർ. അപ്പം എനിക്ക് 3 ദിവസം കൊണ്ടുള്ള ട്രെയിനിങ് ഉള്ളൂ. അപ്പം അത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. എൻ്റെ റേഡിയോ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. വലിയ ടീമായിരുന്നു നിങ്ങളല്ലേ, ഞാൻ അത്ഭുതപ്പെടുന്നു. പക്ഷെ അതുമല്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്നിപ്പോൾ എത്രയോ വർഷങ്ങൾ, ഇത്ര ഇപ്പോൾ 23 വർഷവും 21 വർഷം പിന്നിടുന്നൊരു ഘട്ടത്തിലും ആ ബോണ്ടിങ് ഉണ്ടല്ലോ ഒരു പരസ്പരമുള്ള അതെങ്ങനെ നിലനിർത്തുന്നു എന്നുള്ളതാണ് സത്യം. അല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്സ് ആൻഡ് ഡൗൺസിലെല്ലാം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ആ ടീമിൽ വളരെ ചുരുക്കം പേരെ പോയിട്ടുള്ളൂ. ഇപ്പം ക്രിസ് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലക്ഷ്മി പോയിട്ടുണ്ട്, സിന്ധു പോയിട്ടുണ്ട്, കെ പോയിട്ടുണ്ട്, അതുപോലെ അർജുൻ ഇടയ്ക്ക് വന്ന അർജുൻ പോയിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ സത്യം പറഞ്ഞാൽ വേറെ ആരും, ഷാലു ഫൈസൽ പോയിട്ടുണ്ട്, ബാക്കി ആരും തന്നെ ഇത് ചെയ്തിട്ടില്ല. അതുപോലെ നമ്മുടെ ഹെഡായിരുന്ന അജിത് മേനൻ മാറിയിട്ടുണ്ട്. അപ്പം ഇതല്ലാണ്ട് വലിയ മാറ്റങ്ങൾ ഇതിൽ വന്നിട്ടില്ല. അപ്പം ആ ബാക്കി 7 പേരും ഒരുമിച്ച് തുടങ്ങിയ ആൾക്കാരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരുമാണ്. അപ്പോൾ ആ ബോണ്ട് ഇപ്പോഴും ഇതാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു പിന്നെ ഓരോരുത്തരെയും തിരിച്ചറിയാനും അതിനനുസരിച്ച് പിന്നെ നിങ്ങൾക്ക് പിന്നെ ആ ബന്ധങ്ങൾ നിലനിർത്താനും പറ്റുന്നു. അല്ല അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് മറ്റേ ആളെ കൂടുതൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോയിങ് ഉണ്ടെന്ന് കരുതിയിട്ട് അവിടെ വലിപ്പച്ചെറുപ്പങ്ങളില്ല.
അതാണ് ഏറ്റവും വലിയ കാര്യം. അതിനെ കളിയാക്കി അതിൽ മുമ്പോട്ട് പോകും എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരേ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും പഠിച്ചതിൻ്റെയും ഈ 90 നമ്മുടെ എല്ലാവരുടെയും ഒരു ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്രാക്കറ്റിലായതുകൊണ്ടുള്ളൊരു ഗുണമായിരിക്കണം കൊടുക്കൽ വാങ്ങലുകൾക്ക് വലിയ പ്രശ്നം വരാറില്ല. അതുകൊണ്ടാണ് അത് ആ ബോണ്ടിങ്ങിന് നിലനിന്ന് പോകുന്ന വലിയ ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ്. അതെ അതെ. അതപ്പോൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഇപ്പോൾ 25 വർഷം ഏതാണ്ട് കഴിയാണ് ആ സിനിമയിൽ വന്നിട്ട്. അപ്പോൾ സിനിമയിൽ നോക്കുമ്പോൾ എനിക്കുള്ള ഒരു പരാതിയായിട്ട് തോന്നുന്നത് ഇത്രയേറെ ബന്ധങ്ങൾ, ഇത്ര ടോപ്പ് ലെവൽ ടു ബോട്ടം ലെവൽ മിഥുന് കീപ്പ് ചെയ്യാൻ പറ്റിയത് കുറേയും കൂടി കൂടുതൽ സിനിമകൾ ലഭിക്കേണ്ടതായിരുന്നില്ല. അത് നമ്മളുടെ ഒരു തിരക്കോ പിന്നെ മറ്റുള്ള ഏർപ്പാടുകൾ മൂലം അതിനൊരു തടസ്സം വന്നതാണ്. ലീവാണ് പ്രശ്നം സത്യം പറഞ്ഞാൽ. ഇപ്പം ഞാൻ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞ പടം ചെയ്തു. ആ പടം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത് കഴിഞ്ഞപ്പോൾ VKP, അതും ഡോക്ടർ റോയ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പടത്തിന് വിളിച്ചു. എനിക്ക് പോകാൻ പറ്റണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെപ്റ്റംബറാണ് ഡേറ്റ് പറയണത്. സെപ്റ്റംബർ മുഴുവൻ നമ്മുടെ ഓണത്തിൻ്റെ നമ്മൾ ഓൾറെഡി എല്ലാ വീക്കെൻഡും ഷോ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പം സീന്ന് സരിഗമപ്പാവിനെ വിളിച്ചപ്പം പോലും ഞാൻ എടുക്കാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നാൽ അവരെന്നെ ചീത്ത വിളിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയും നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളുണ്ട്. എനിക്കൊരു ലീവ് എടുത്ത് പോകുക എന്ന് പറയുന്നത് ഇനി ഭയങ്കര ലിമിറ്റേഷനാണ്. കാരണം ഒന്ന്, ഞാൻ നിൽക്കുന്നത് പ്രോഗ്രാമിംഗ് ഹെഡാണ് ആ സ്റ്റേഷൻ്റെ. അപ്പോൾ നമ്മളെ മാനേജ്മെൻറ്റാണ്. ആ മാനേജ്മെൻറ്റ് മുകളിൽ ഇരിക്കുന്നവർ ഞാൻ അഭിനയിക്കാൻ പോകുന്നു ഇത് ചെയ്യുന്നൊന്നും നോക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ കാര്യം നടന്നാൽ മതി. അതുകൊണ്ട് അതിൻ്റെ ലീവിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സ് മാത്രമല്ല, കമ്പനി കുറച്ചുകൂടി ഇപ്പോൾ വലുതാണ്, ദുബായ് ഹോൾഡിങ്സ് ആണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു HR കാര്യങ്ങളോ അല്ല നേരത്തെ. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ അതുകൊണ്ട് അങ്ങനെയുള്ള പാരാമീറ്റേഴ്സിൽ കുറച്ച് ഇതുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ RJ എന്നുള്ള നിലക്ക് അതോടൊപ്പം തന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാകുന്നുണ്ട്. അതിൻ്റെ കൂടെ സിനിമ കിട്ടുന്നുണ്ട്, സ്റ്റേജ് പ്രോഗ്രാമുകളെ നന്നായിട്ട് എൻകറേജ് ചെയ്യുന്നു. ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ആലോചിച്ച് കഴിഞ്ഞാൽ രക്ഷയില്ല, പക്ഷേ ആലോചിക്കാതെ പോകുന്നതാണ് ശരിക്കും. അങ്ങനൊരു ഇതൊന്നുമില്ല. എന്ന് വെച്ചാൽ നമുക്ക് എവിടെ ചെന്നാലും അവിടെ നമ്മുടെ ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്ത് റിസൾട്ട് എന്നുള്ളത് പലപ്പോഴും നോക്കാറില്ല. അതിനാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. കാരണം സ്റ്റേജിൻ്റെ റിസൾട്ട് അപ്പം തന്നെ കിട്ടും, ബാക്കി എല്ലാത്തിൻ്റെ റിസൾട്ട് പിന്നെയാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ചില വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഭയങ്കരമായി കയറിപ്പോവുകയും ചിലത് ഇതല്ലേ, ഇത് രണ്ടും നമ്മളെ ബാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാത്തതാണ്. നമ്മൾ ഇതിൻ്റെ റിസൾട്ട് മാത്രം കേന്ദ്രീകരിച്ച് പോയി കഴിഞ്ഞാൽ ചിലതിൽ നമ്മൾ മാറി നിൽക്കേണ്ട സാഹചര്യം വരും. പകരം അങ്ങനെ റിസൾട്ട് നോക്കാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ പറഞ്ഞത് ഇപ്പോൾ ദുബൈയിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇത്രയൊക്കെ നടക്കുന്നത് എങ്ങനെയെന്നുള്ളൊരു ചോദ്യം കൂടെയുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് പിന്നെ ജനപ്രിയ പരിപാടികളുടെ ആങ്കർ ചെയ്തുകൊണ്ട് അവിടെ നാട്ടിൽ നമുക്ക് പല നിലക്കും ഒരു സ്വാധീനം ഉറപ്പിക്കാൻ പറ്റിയല്ലോ. അത് ഒരു വലിയ വിജയമായിട്ടാണ് ഞാൻ തോന്നുന്നത്. കാരണം അത് സത്യം പറഞ്ഞാൽ അത് ഇപ്പോഴും അതാ പറഞ്ഞേ, അപ്പോഴും അവരുടെ അടുത്താണ് ശരിക്കും നന്ദി പറയേണ്ടത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു പക്ഷേ വേണമെങ്കിൽ ഒന്ന് ഡിമാൻഡ് ചെയ്യാം എന്നുള്ളത് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ കോമഡി ഉത്സവമൊക്കെ തുടങ്ങുന്ന സമയത്ത്, ഇത്രയും വലിയൊരു പേരില്ലാത്ത സമയത്ത്, അന്ന് ഫ്ലവേഴ്സ് ആയാലും മിഥിലാജ് ആയാലും അതിൻ്റെ പ്രൊഡ്യൂസറായാലും ശ്രീണ സാറായാലും എൻ്റെ സൗകര്യത്തിൽ അത് വെച്ചു തന്നു എന്നുള്ളതാണ്. അതായത് സാറ്റർഡേ സൺഡേ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അന്ന് ഫ്രൈഡേ സാറ്റർഡേ ആണ് നമ്മുടെ അവധി. ഫ്രൈഡേ സാറ്റർഡേ പോകാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഷൂട്ടുകൾ മുഴുവൻ ആ സമയത്തേക്ക് വെച്ച് ചെയ്ത് തന്നതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നത്. ഇന്നിപ്പം ഞാൻ വിളിക്കുമ്പോൾ എനിക്കൊന്ന് ഡേറ്റ് ഇല്ല, എനിക്ക് ശനിയാഴ്ച വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞായറാഴ്ച വരാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുന്നൊരു ഇത് കിട്ടിയിട്ടുണ്ട്, ഒരു പ്രിവിലേജ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്കത് പറയാനുള്ള പ്രിവിലേജ് ഇല്ല. ആ സമയത്ത് അവരത് ചെയ്തു തന്നതുകൊണ്ടാണ് ഇന്നിങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ ആളുകൾ ഏറ്റവും വലിയ അവർ ആഗ്രഹിക്കുന്ന ഏറ്റവും സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ തന്നെ പല വേദികളിലും ആങ്കർ ചെയ്യാനും ഇതിന് സാധിക്കുന്നു. അവരൊക്കെ ആയിട്ടുള്ള ഭയങ്കരമായ ആത്മബന്ധം, അത് ആ തലമുറ മാത്രമല്ല, ഈ ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യരുമായിട്ട് ഏറ്റവും പുതുതായിട്ട് അരങ്ങിലേക്ക് വരുന്ന ആളുകൾക്ക് പോലും ഒരു പ്രചോദനമായിട്ട് മാറാൻ ഇതിന് സാധിക്കുന്നു. ഇത് ഒരു വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കണേ. ആ സമയത്തും ഇവരുടെ അടുത്ത് സംസാരിക്കാനും ഇവരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാനും പറ്റുന്നത്. ഞാൻ ഇപ്പോഴും മമ്മൂക്കയോ ലാലേട്ടനോ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്ന പോലെ തന്നെയാണ്. എനിക്ക് തുടക്കത്തിലൊരു 10 മിനിറ്റ് എടുക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ലെവലായി വരാം. അത് കഴിഞ്ഞിട്ടേ ഞാൻ പിന്നെ അതല്ല സ്റ്റേജാണ് ഓർമ്മിപ്പിച്ച്. ഇപ്പോൾ സ്റ്റാർ സിംഗറിൻ്റെ മറ്റേ ബ്രേക്ക് വന്നല്ലോ, മറ്റേ ഇത് വന്ന സമയത്തും ലാലേട്ടൻ വന്ന് ഫസ്റ്റ് നമുക്ക് 5-10 മിനിറ്റ്സ് ആ എക്സൈറ്റ്മെൻ്റ് ആണ്. മറ്റേ വളരെ കുട്ടികൾ ആദ്യമായിട്ട് ചെയ്യണ പോലത്തെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീൽ ഗ്യാദർ ആർസെൽസ്, നമ്മളൊരു കുറച്ചുകൂടി ഇത് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇതാവും. പക്ഷേ ഇപ്പോഴും അതുണ്ട്. ഞാൻ പറഞ്ഞപ്പം എനിക്ക് 4 തവണ ഷാറുഖ് ഖാനോടൊപ്പം വേദി പങ്കിടാനുള്ള ഭാഗ്യമുണ്ട്. പക്ഷേ ഇന്ന് ഇപ്പം എപ്പോൾ കണ്ടാലും നമുക്ക് ഷാറുഖ് ഖാനാണല്ലോ, ആ ഇതിൽ ആ ഓയിൽ നിന്ന് പോകും. അതിപ്പോൾ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പം നസ്ലനെ ആദ്യമായിട്ട് വേദി കിട്ടുമ്പോഴും എനിക്ക്
തോന്നിയിട്ടുള്ള സെയിം എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം സിനിമ കണ്ടിട്ട് വന്നു കഴിയുമ്പോൾ ഉള്ളത് അങ്ങനെ തന്നെയാണ്. ഞാൻ പറയണത് എല്ലാവരോടും അതേ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക്. അതിൽ ഞാനിപ്പോൾ ഒരുപാട് വേദികളിൽ മിഥുൻ ആങ്കർ ചെയ്യുമ്പോൾ ഞാൻ നോക്കിക്കണ്ടത് വളരെ കംഫർട്ടബിൾ ആയിരിക്കും ആളുകളെ, പ്രത്യേകിച്ച് വരുന്ന അതിഥികൾ, അത് ഏറ്റവും വലിയ ആളുകളായാലും ചെറുതായാലും പോലും അവർ കംഫർട്ടബിൾ ആക്കുക. അതിൽ അത്തരം കാര്യങ്ങളാണോ ഈ ഒരു ആങ്കറിങ്ങിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? അല്ല, നമ്മൾ വരുന്നതിന് മുമ്പുള്ള ആങ്കറിങ്ങിൻ്റെ ഒരു, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ മാറ്റം കൊണ്ടുവന്നു എന്നല്ല പറയണം. പക്ഷേ എനിക്ക് തോന്നുന്നത് കോമഡി ഉത്സവം കൊണ്ടുവന്നൊരു ട്രെൻഡാവാം. അതുവരെയും തർക്കുത്തരമായിരുന്നു ആങ്കറിങ്. അതായത് അവരെ കളിയാക്കുക, അവർ തിരിച്ച് കളിയാക്കുക എന്നൊക്കെ പറയുന്നതായിരുന്നു ആങ്കറിങ്ങിൻ്റെ ഒരു സ്റ്റൈലെന്നാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. ഉത്സവം വന്നപ്പോൾ, കോമഡി ഉത്സവം വന്ന സമയത്ത് എന്തായെന്ന് വെച്ചാൽ ഇതൊരു പ്രചോദനം കൊടുക്കേണ്ട ഒരു വേദിയായിട്ട് മാറി. കാരണം ഈ വരുന്നവരെല്ലാം ഭയങ്കരമായി സ്റ്റേജ് എക്സ്പീരിയൻസോ ഇതോ ഉള്ള ആൾക്കാരായിരുന്നില്ല. അപ്പോൾ അവർക്ക് ഇതായി. അപ്പോൾ ഒരു പോസിറ്റിവിറ്റി, ചുറ്റും ഈ നെഗറ്റിവിറ്റി നടന്ന സമയത്ത് ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് നമുക്കന്ന് സാധിച്ചു എന്നുള്ളത്. അത് ഞാൻ പറയണത് ഹോൾ ക്രെഡിറ്റ് ടു ദ പീപ്പിൾ ബിഹൈൻഡ്. അവരുടെ വിഷനിലാണ് ആ പോസിറ്റിവിറ്റി വരുന്നത്. അപ്പോൾ ഈ പോസിറ്റിവിറ്റി അത് നമ്മുടെ ഉള്ളിലും ഇൻസ്റ്റിൽ ചെയ്ത് കിടന്നതുകൊണ്ട് ഇന്നും പലപ്പോഴും എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലുകളേക്കാൾ അവരെ കംഫർട്ടബിളായിട്ട്, ഇപ്പോൾ ഒക്കെ പറഞ്ഞാൽ വളരെ വാലിഡ് പോയിന്റ്, അവരെ കംഫർട്ടബിളായിട്ട് സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യുകയും അവർക്ക് മനസ്സിൽ തോന്നുന്ന രീതിയിൽ. ഇപ്പം മാധവ് സുരേഷിനെ കഴിഞ്ഞ ദിവസം കണ്ട് മാധവ് സുരേഷിൻ്റെ അടുത്ത് ഞാൻ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് കയറി വന്നപ്പോൾ മാധവ് സുരേഷ് മൈക്കെടുത്ത് ബാക്കി എന്ത് പറഞ്ഞതിന് മുമ്പ് പറഞ്ഞ് ഈ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞത് എവറി വേർഡ് ഐ സെഡ്. ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ പുള്ളിയുടെ ഒരു പോസിറ്റീവ് പോയിന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം പക്ഷെ അത് അവർക്ക് കൊടുക്കുന്നതും ഭയങ്കര കോൺഫിഡൻസ് ആണ്. അതൊക്കെ നമുക്ക് കിട്ടുന്ന വലിയ ഭാഗ്യമാണ്. അപ്പോൾ അവരൊക്കെ അത് പറയും, അവരൊക്കെ അത് പറയുന്നു എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് നമുക്ക്. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നേരത്തെ മോഹൻലാലിൻ്റെ ഒരു വലിയ കടുത്ത ആരാധകനായിരിക്കെ തന്നെ മമ്മൂട്ടിയായിട്ടും ഭയങ്കര ബന്ധം. അതെങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ട്. അതേക്കുറിച്ച് കൂടി ഒന്ന് പറയണം. അപ്പോൾ എങ്ങനെ ഈ മമ്മൂട്ടിയായിട്ടൊക്കെ എങ്ങനെ ഒരു ബന്ധം? എനിക്ക് പേടിയായിരുന്നു. ഞാൻ പറഞ്ഞ വെച്ചാൽ പണ്ട് കാണുമ്പോഴും മിക്ക സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ മാറി മറ്റേ പുള്ളിയെടുത്ത് മുഖം കൊടുക്കാതെ പോവുക എന്നുള്ളതാണ്. അതും കാണുമ്പോഴൊക്കെ വൈഫായിട്ട് പുള്ളി നല്ല അടുപ്പം. വൈഫ് ഭയങ്കര ഫാനാണ് പണ്ട് തൊട്ടേ. അപ്പോൾ ഭയങ്കര അടുപ്പമാണ്. ഇവിടെ വന്ന് കാണുമ്പോൾ പുള്ളിക്കാരി പോയി കണ്ടിട്ടൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇത് ചെയ്ത് അപ്പോൾ കാണുമ്പോൾ തന്നെ പറയും ഇത് പുള്ളിക്കാരി നമ്മുടെ ഫാനാണ്, അവൻ എൻ്റെ ഫാനൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയില്ല. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ബുക്ക്, ഞാൻ മമ്മൂക്കയായിട്ട് ശരിക്കും പറഞ്ഞ ബന്ധം വരുന്നത് നമ്മുടെ ശാരദ ബുക്ക് ഫെയറിലാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ആ ചോദ്യത്തിന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ മിഥുന് എന്നോട് പിന്നെ നാസർക്ക് എന്തെങ്കിലും ചോദിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കും. പക്ഷെ അത് സ്വാഭാവികമായിട്ടും അത് ആ സന്ദർഭത്തെ എങ്ങനെ മിഥുൻ ഹാൻഡിൽ ചെയ്തു എനിക്ക് അറിയേണ്ട ഒരു ചോദ്യം. അല്ല, അതാണ് പറഞ്ഞത്. മറ്റേ പൊതുബോധത്തിന്റെ ചോദ്യം വന്നപ്പോൾ നമുക്ക് അതിപ്പോഴും യൂട്യൂബിലൊക്കെ വളരെ ഇതായിട്ട് കിടക്കുന്ന സാധനം. അപ്പോൾ അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. അതായത് ഞാൻ അവിടെ ചെന്നപ്പോൾ മമ്മൂക്ക ഫുൾ ഇതായിട്ടിരിക്കും. അപ്പം ഞാൻ താഴെ വെയിറ്റ് ചെയ്തു. കാരണം DC രവിയേട്ടനൊക്കെ വരാണ്ട് ഇപ്പം വന്നിട്ട് കയറാന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ നൈലയുണ്ട്, നമ്മൾ രണ്ടുപേരും മുകളിലോട്ട് കയറി ചെന്നപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനിവിടെ ബുക്ക് വയ്ക്കാൻ വന്നതാണെന്ന് നീ പറഞ്ഞോടാ നീ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല, നീ റേഡിയോ കയറി പറയണ്ടല്ലോ മമ്മൂട്ടി ഇവിടെ ബുക്ക് വയ്ക്കാൻ വന്നിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഇല്ല നമുക്ക്, പിന്നെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ബുക്കിൻ്റെ നീ പുതിയതായിട്ട് മറ്റേ ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സത്യമായിട്ടുമില്ല. അപ്പം പറഞ്ഞു എന്താ ഇത് ചെയ്യാൻ പോണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഫുൾ 1-2 കാര്യങ്ങൾ പറഞ്ഞു. അപ്പം പുള്ളി പെട്ടെന്ന് 1-2 അതിനകത്ത് പോയിന്റ്സ് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അപ്പോൾ ഇത് മുഴുവൻ വായിച്ചു നീ എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മുഴുവൻ വായിച്ചു. കാരണം മറ്റേ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളല്ലോ, അപ്പോൾ അതുകൊണ്ട് വായിച്ചാണല്ലോ, അത് എൻ്റെ ഇത് വെച്ചിട്ട്. ഞാൻ പറഞ്ഞു അല്ല, ഞാനിത് കിട്ടിയപ്പോൾ തൊട്ട് സത്യം പറഞ്ഞാൽ ഫുള്ള് ഇരുന്ന് വായിച്ചു. എന്നിട്ട് അതിനകത്ത് നിന്നാണ് ഇതുണ്ട്. അപ്പം ഇത് പറഞ്ഞപ്പം പറഞ്ഞാൽ ഇപ്പം വായന എന്ന് പറഞ്ഞ ശീലം എന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവാനുഗ്രഹിച്ച് നമുക്ക് വായനാശീലമുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞിട്ട് മറ്റേ ഒരു ആളാണ് ഇത് എഴുതുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വില്യം ഡാൽറിമ്പിളാണ്. ഇവ ശരിക്കും വായിക്കുമോ നൈല എടുത്ത്. അപ്പം നൈല പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇത് വായിക്കുന്ന ആളാണ്. അപ്പം പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളി അസാധ്യമായി വായിക്കുന്ന മനുഷ്യനാണ്. പുള്ളിക്ക് കിട്ടുന്ന സമയം കൊണ്ട് പുള്ളി ഇത്രയും വായിക്കുന്നു എന്നൊക്കെയുള്ള വലിയ അത്ഭുതം. അപ്പം നമ്മളിരുന്ന് സംസാരിച്ചിട്ട് പുള്ളിയുടെ റീഡിങ് പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞ അന്ന് വിട്ട്. കാരണം ഭയങ്കര ബ്രാൻഡ് ന്യൂ ഓതേഴ്സിനെ ഇതിനെയൊക്കെ പുള്ളി വളരെ കൃത്യമായിട്ട് പറയുന്നു. അപ്പം ഞാൻ ഇരുന്ന് പറഞ്ഞു ഇത് ചെയ്തിട്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് സംസാരിച്ചപ്പോൾ യെല്ലോ ചെനസിയെ പറ്റി പറഞ്ഞപ്പം പുള്ളി ഇവിടെ തന്നെ പറഞ്ഞു എവിടെ യെല്ലോ ചെനസി എവിടെ അതിവിടെ എന്ന് പറഞ്ഞിട്ട് അറ്റ്ലസ് കാണിച്ചപ്പോൾ അതുണ്ട്. ഞാൻ പറഞ്ഞു അത് വായന കിട്ടിയ ബ്രിഡ്ജ് റിവർക്ക് സിനിമയിൽ പറഞ്ഞു. അങ്ങനെ ഒരു ഇതിലാണ് ആദ്യമായിട്ട് ബന്ധം പറഞ്ഞത്. അന്നാണ് നമ്മുടെ ആ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അന്നും നാസർക്ക് ചോദിച്ചപ്പം മോഹൻലാലിനുള്ള ജനകീയത നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പെരുമാറ്റത്തിൽ ഒന്നും കൂടി ജനകീയമായിക്കൂടെ എന്ന് ആരാ പറഞ്ഞത്? ഇപ്പം അതാണല്ലോ പൊതുബോധം എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പം ചൊടിക്കുന്നതുണ്ട്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ അതായത്
മമ്മൂക്കയുടെ ബുക്കിന്റെ തുടക്കത്തിൽ തന്നെ എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. മമ്മൂക്കയുടെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അത് മലയാളത്തിൽ അഭിനയിച്ചു എന്നുള്ളതും മലയാളി ഇഷ്ടപ്പെടുന്ന സൂപ്പർ സ്റ്റാർ ആണെന്നുള്ളതാണെന്ന് പറഞ്ഞിട്ട് അതാണ് അവർ അവസാനിപ്പിച്ച സാധനം. അപ്പോൾ പുള്ളിക്ക് വിഷയം അത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് തന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ തമ്മിലൊരു ബന്ധം ഉണ്ടായില്ലേ, ഭയങ്കരമായിട്ട്. ഇതാണ് മമ്മൂക്ക. ഞാൻ അത്ഭുതപ്പെട്ടു. വർഷങ്ങൾ കഴിഞ്ഞ് ബുർജ് ഖലീഫയിലെ അർമാനിയിൽ ഒരു എന്നിട്ട് എന്നെ തിരിച്ചു വിളിച്ചിട്ട് ഭയങ്കര അത് എന്തോ ഒരു സൗഹൃദത്തിൽ എന്ന് പറയാം ചേർത്ത് പിടിക്കുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞു നാസറല്ലേ അവിടെ, ഞാൻ പറഞ്ഞു ഉണ്ട്, നീ ഒന്ന് വിളിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ നാസർക്ക് വിളിച്ചത്. അപ്പം അതായത് നമ്മളുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ മനുഷ്യൻ പിന്നീട്, കാരണം നമ്മളെ തോൽപ്പിച്ച് കളയാണ്, നമ്മളൊന്നുമില്ലാതാക്കി. ഈവൻ എനിക്ക് ആ ബെൽസ് പാൽസി വന്ന സമയത്തും എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു. നമുക്ക് അന്ന് രാത്രി എന്നെ വിളിച്ചു, മോനെ മമ്മൂട്ടിയാടാ എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്താ പറ്റിയത്? അപ്പം പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇതാണ്. അപ്പം പറഞ്ഞാൽ എല്ലാവരും ഇല്ലേ അവിടെ, നിനക്ക് എന്തെങ്കിലും ആവശ്യം? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഓക്കെയാണ് പറഞ്ഞു. ഒന്നുമില്ല കേട്ടോ, ഇതെല്ലാം പെട്ടെന്ന് ശരിയായി വരും എന്ന് പറയണത് ഒരു ചേട്ടൻ പറയണതിൻ്റെ ആ ഒരു അത് നമുക്ക് ഭയങ്കരമായിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു വെച്ചാൽ. കാരണം ഇപ്പം എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്, പലരും വന്ന് കാണും. ചാക്കോച്ചനും വിശാലിൻ്റെയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഉണ്ണി അവിടെ വന്ന് ഇതുണ്ട്. അപ്പം ഇവരൊക്കെ വന്നെങ്കിലും ബാക്കിയുള്ളൊരു മെസ്സേജ് അയക്കണം, ജയറാമായിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു എനിക്ക് വന്നതാണ്, നീ ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറയുന്നതിൽ ആ ഒരു കോള് തരുന്ന ഒരു കോൺഫിഡൻസും സംഭവം ഭയങ്കരമാണ്. പക്ഷേ ഈ രണ്ട് ഇതുണ്ടല്ലോ, ഇപ്പം പതിറ്റാണ്ടുകൾ കഴിയുന്ന ഒരു ഘട്ടത്തിലും ഇവർ നമുക്ക് ഇന്നൊരു വികാരമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് അത് അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനെ ഞാൻ ഏറ്റവും വലിയ കണക്കാക്കണമെന്ന് പറഞ്ഞാൽ മലയാളത്തിന് നമുക്ക് നമ്മുടെ സുവർണ്ണകാലം എന്ന് നമ്മൾ കണക്കാക്കുന്നത് 90s ആണല്ലോ. ആ 90s തന്നെയായിരുന്നു മലയാളത്തിൻ്റെയും സുവർണ്ണകാലം എന്നുള്ളതാണ്. വെച്ചാൽ ഇപ്പോഴിനി വരാൻ കിടക്കുന്നത് അടുത്ത വലിയൊരു സുവർണ്ണകാലമാണ്. പക്ഷെ കാരണം അങ്ങനെ സിനിമ മാറിയിട്ട് മലയാളം വേറൊരു രീതിയിൽ കുറേ കോണ്ടന്റ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ആ സമയത്തുണ്ടായിരുന്ന റൈറ്റേഴ്സ്, ലോഹിതദാസ്, പത്മരാജൻ, ഭാരതനെ പോലുള്ള സംവിധായകർ, നമുക്കിപ്പോൾ എടുത്തു പറയുന്ന MT സാർ ഒക്കെ ചെയ്ത ഏറ്റവും ബെസ്റ്റ് വർക്കുകൾ, ഏറ്റവും ബെസ്റ്റ് സംവിധായകർ, ശ്രീനിവാസൻ എഴുതിയ തിരക്കഥകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയേണ്ടത് ഇന്നത്തെ ആൾക്കാർ ആരെടുത്ത് ഒരു ഡിസ്റെസ്പെക്റ്റും ഇല്ലാണ്ട് പറയുന്നത് വെച്ചാൽ നമുക്ക് അത്രയും എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നും കണ്ടിട്ട് നമ്മൾ അതിൽ വലിയ ഇപ്പം സന്ദേശം കണ്ടിട്ട് ഇപ്പം ഇന്ന് കണ്ടാലും ഇന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. വലിയ ട്രോളിൻ്റെ സംഭവങ്ങളാണ്. ഇന്നത്തെ ട്രോളുകൾ മുഴുവൻ അതിൽ നിന്നാണ്. ഇപ്പോഴും നമ്മൾ ട്രോളിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുമ്പോൾ അവിടെ നിന്ന് എടുക്കുക. ആ 90s തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച സിനിമകൾ വന്ന കാലം. ഇന്ന് അൺലോക്ക്ഡ് ഡിജിറ്റൽ വളരെ കൃത്യമായി കണ്ട ആൾക്കാരായതുകൊണ്ട് ആ VCRനകത്ത് ഇതിട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ TV യിൽ വരുന്ന ഇത് മാത്രം കണ്ടിട്ട് TV യിൽ ഒരു കാലഘട്ടത്തിൽ മാത്രം അപ്പോയിൻമെൻറ്റ് വ്യൂവിങ്ങിൽ മാത്രം കണ്ടുകൊണ്ടിരുന്നിട്ട് ഇന്ന് സ്ട്രീമിങ്ങിൽ വരെ എത്തി നിൽക്കുക. നമ്മളതിനിടയ്ക്ക് VCR എന്ന DVD-യും VCD-യും അത് കഴിഞ്ഞ് USB നിന്നും ഇപ്പോൾ സ്ട്രീമിംഗ് വരെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് നിൽക്കുമ്പോൾ എല്ലാം ഉണ്ട്. റിപ്പീറ്റ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ പോയാലും നമ്മൾ റിപ്പീറ്റ് കാണുന്നത് അവിടെയായിരിക്കും. അതുകൊണ്ട് അവർ തന്നിട്ടുള്ള ആ അറേ ഓഫ് ക്യാരക്ടേഴ്സ് അതെനിക്ക് തോന്നുന്നു അതിനെ റീപ്ലേസ് ചെയ്യാൻ ആൾക്കാർ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഫഹദിൻ്റെ അഭിനയം ഗംഭീരമാണ്, പൃഥ്വി ചെയ്യുന്നുണ്ട്, ദുൽഖർ ചെയ്യുന്നുണ്ട്, എല്ലാവരും അവരുടെ രീതിയിൽ ഏറ്റവും മികച്ചതായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ദുൽഖറൊക്കെ ട്രാൻസെൻഡ് ചെയ്തില്ലേ, ബൗണ്ടറീസ് ട്രാൻസെൻഡ് ചെയ്തത്. അതിന് തമിഴിൽ ഇറങ്ങാൻ പോകുന്ന ഏറ്റവും വലിയ പടമാണ് കാന്തം, അല്ലെങ്കിൽ സീതാരാമൻ എന്നൊക്കെ പറയുന്ന പടങ്ങളൊക്കെ ഏതിലും ലക്കി ഭാസ്കർ സൂപ്പർ ഹിറ്റാണ്. അപ്പം ഞാൻ പറഞ്ഞ അതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് ട്രാൻസെൻഡ് ചെയ്ത് വരുമ്പോൾ ഉള്ള ഒരു മാറ്റം ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ മുകളിലോട്ട് നിൽക്കുന്നൊരു സാധനം വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പുതിയ സങ്കേതങ്ങൾ, പുതിയ കാലം, അതിൻ്റെ മാറ്റങ്ങൾ ഇതൊക്കെയും അവർ അപ്ഡേറ്റ് ചെയ്തതും കൂടി അവരുടെ ഈ അതിജീവനത്തിൻ്റെ വലിയൊരു കാരണമല്ലേ. നമുക്ക് ആ രീതിയിൽ അപ്ഡേറ്റഡ് ആയിരുന്നു എന്നുള്ളത് ഇതായിട്ടുള്ള ഞാൻ ലാലേട്ടനിൽ കണ്ടിട്ടുള്ളതും അത് തന്നെയാണ്. ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ ലാലേട്ടൻ സംസാരിക്കുമ്പോൾ ഫിലോസഫിയോ മറ്റു കാര്യങ്ങളോ ആയിരിക്കും ലാലേട്ടൻ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും ലാലേട്ടൻ സൈലൻ്റ്ലി കൺസിഡേഴ്സ് എവറിത്തിങ്. പുള്ളിയുടെ ഒരു കംഫർട്ട് സോൺ വിട്ടിട്ടുള്ള സാധനങ്ങൾ വളരെ ഇതായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഭയങ്കരമായിട്ട് എല്ലാം പഠിച്ചു വെച്ചിട്ട് ഇപ്പം നമ്മൾ സ്റ്റാർ സിംഗർ ചെയ്യുന്ന സമയത്തും പുള്ളി അവിടെ വന്നെന്ന് പറയുന്നതിലെല്ലാം വളരെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റഡ് ആണ്, ഇതാണ് വേണ്ടത് എന്നൊക്കെയുള്ള വളരെ കൃത്യമാണ്. ബാക്കിയൊക്കെ മോഹൻലാലാണല്ലോ, ഓൺ ദ ഫ്ലോ കാര്യങ്ങൾ വരും. ഞാൻ പറഞ്ഞ ഇവർ രണ്ടുപേരുടെയും ഒക്കെ പറഞ്ഞ വളരെ വാലിഡ് പോയിൻ്റാണ്. ദേ ആർ വെരി മച്ച് അപ്ഡേറ്റഡ്, ദേ വെരി മച്ച് സറൗണ്ടഡ് ബൈ പീപ്പിൾ ഹു ആർ അപ്ഡേറ്റഡ്. ഉറപ്പായിട്ടും. അതോടൊപ്പം തന്നെ ഇപ്പം മഞ്ജു വാര്യർ, കുഞ്ചാക്കോ ബോബൻ, അതോടൊപ്പം തന്നെ ജോജു, ഇവരൊക്കെ ആയിട്ടും വിധു പ്രതാപൊക്കെ ആയിട്ടും വളരെ ആത്മബന്ധം നിലനിർത്തുന്ന ഒരാളും കൂടിയാണ് മിഥുൻ. ഇതെങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്? സൗഹൃദങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണ്ടല്ലോ, അതാണല്ലോ വാസ്തവം. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും കണക്കാക്കുന്ന ഏറ്റവും നല്ല സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കുറേ നാളത്തേക്ക് ഒരു മെസ്സേജ് പോലും അയക്കാതിരുന്നിട്ട് നമ്മൾ വീണ്ടും ഒരു കോൾ വരികയോ അല്ലെങ്കിൽ മെസ്സേജ് വരുമ്പോൾ
നമ്മൾ എവിടെയാണോ നിർത്തിയിരുന്നത് അവിടെ നിന്ന് തുടങ്ങാൻ പറ്റുന്നതാണ് നല്ല സൗഹൃദങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ എല്ലാ ദിവസവും വിളിച്ച് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അതൊരു എല്ലാ ദിവസവും പൂക്കൾ വാട്സപ്പിൽ കൊടുക്കേണ്ടി വരില്ല. കാര്യമില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെയുള്ള സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് അതൊരു മെയിൻ്റനൻസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ അല്ലാത്തതൊന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ചാക്കോച്ചൻ വരുന്നു, മഞ്ജുച്ചി വരുന്നു, അല്ലെങ്കിൽ വിഷു വരുന്നത്, അല്ലെങ്കിൽ ജോജു, ഇവരുടെയൊക്കെ വിധു പിന്നെ എൻ്റെ കോളേജ് മേറ്റാണ്. എനിക്ക് ആ കാലഘട്ടം തൊട്ടുള്ള അടുപ്പമാണ്. അപ്പം ഇവരെല്ലാവരും കേട്ടോ, ഞാൻ പറയാം ഉണ്ണി, എല്ലാവരും ആ രീതിയിലുള്ള അടുപ്പം, ഒരു വ്യത്യാസവും വന്നിട്ടില്ല. പിന്നെ നമ്മൾ എടാന്നൊക്കെ വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടാവും. അതെല്ലാവരും നിവിനാണേലും കേട്ടോ, എല്ലാവരും ഈ പറയുന്ന ഒരു അത് ഞാൻ പറയാം, ആ ക്ലോസ്നെസ്സിന് നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര ഇത് കൊടുക്കേണ്ട കാര്യമില്ല. അതങ്ങനെ അങ്ങ് നടന്നു പോകുന്നതാണ്. അല്ലാതെ പക്ഷേ ഈ പോസിറ്റിവിറ്റിയും അതോടൊപ്പം തന്നെ എല്ലാവരെയും നമ്മൾ ചിരിച്ചുകൊണ്ടൊക്കെ നേരിടുന്ന ഒരു മിഥുനം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത് ചില ഘട്ടങ്ങളിൽ ഒരു നോ പറയേണ്ടടുത്ത് മിഥുനം അത് പറയാതെ പോകുമ്പോൾ അതിൻ്റെ നഷ്ടവും ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഭയങ്കരമായിട്ട് നോ പറയാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഭാര്യയെ ബലിയാടാക്കണം, അവളുടെ തലയിടണം, അല്ലാന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കാതിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് നോ പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അത് സത്യമാണ്. അത് കാരണം അതൊരു പ്രശ്നമാണ്. അത് എന്താണെന്ന് വെച്ചാൽ അവരെ അത് ഹേർട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ പലപ്പോഴും. നമുക്ക് ഇപ്പം അറിയാത്ത ആൾക്കാരടുത്ത് നോ പറയാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അറിയാവുന്ന ആൾക്കാരുടെ അടുത്തൊരു നോ പറയുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ, കാരണം അതാണ് ഞാൻ ഇപ്പം നേരത്തെ ചോദിച്ച പോലെ എന്തിനിതെല്ലാം കൂടി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റാത്തതുകൊണ്ടാണ്, ചില നോ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പലതും ചെയ്യാൻ. അത് നമ്മൾ വിചാരിച്ചാൽ നടക്കുമല്ലോ എന്നുള്ളതാണ്. ഇപ്പം ഞാനിപ്പം ഒരു യാത്ര പോകണത്, എനിക്ക് അവിടെ നിന്നുള്ള റിട്ടേൺ ഫ്ലൈറ്റ് 12-ാം തീയതി ഉള്ളൂ. കാരണം ബ്രൂണയിലാണ്. അപ്പം പോകുമ്പോൾ 12-ാം തീയതി തൊട്ടേ ഫ്ലൈറ്റ് ഉള്ളൂ. അതായത് 3 ദിവസം അവിടെ നിന്നാലേ ഫ്ലൈറ്റ് ഉള്ളൂ, അല്ലാതെ ദിവസമില്ല. പക്ഷേ എനിക്ക് 11-ാം തീയതി വൈകുന്നേരം ഇവിടെ എത്തേണ്ട ആവശ്യമുണ്ട്. അത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ പുള്ളിയുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ വരണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സംഭവം. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂണയിൽ ദാറസലാമിൽ നിന്ന് 1 മണിക്കൂർ ഇപ്പുറത്തുള്ള ഒരു എയർപോർട്ടിൽ പോയി, അത് മലേഷ്യയിലാണ്, അവിടെ നിന്ന് കോലാലംപൂറിലേക്കുള്ള ഫ്ലൈറ്റ് എടുത്ത് അവിടെ നിന്ന് ദുബായിലോട്ടുള്ള ഫ്ലൈറ്റ് എടുത്താണ് വരുന്നത്. അതിൻ്റെ കാരണം വെച്ചാൽ 11-ാം തീയതി വൈകുന്നേരം ഇവിടെ എത്തണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. നമുക്ക് ചെയ്യാൻ പറ്റണതാണേ ചെയ്തുകൂടെ എന്നുള്ളതാണ്.